നമസ്കാരം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ദിനംപ്രതി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജീസ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസുകളിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും കൂടി വരികയാണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണുകൾ ത്രെഡ്സുകൾ ഉണ്ടാവാനുള്ള ചാൻസസും ഇതോടൊപ്പം കൂടുതലാണ്. എന്നാൽ വിഷമിക്കേണ്ട, അങ്ങനെയുള്ള ത്രെഡ്സുകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ ചെക്ക് ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ കയറുക. സെറ്റിംഗ്സിൽ കയറിയതിനു ശേഷം നമുക്ക് ഈ ഗൂഗിൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഓൾ സർവീസസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അൺനോൺ ട്രാക്കർ അലേർട്സ്, ഈ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റിയുടെ താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അലോ അലേർട്സിൽ ഇതുപോലെ എനേബിൾ ആയി കിടക്കുന്നുണ്ടോ നോക്കുക. എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്തിടുക. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസ് ഏതെങ്കിലും രീതിയിൽ ട്രാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മാനുവലി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ ഈ മാനുവൽ സ്കാൻ താഴെ കാണുന്ന ഈ സ്കാൻ നൗ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസസ് ട്രാക്കിങ്ങിലാണെങ്കിൽ ഈ ഒരു സ്കാനിങ് കഴിയുമ്പോൾ നമുക്കത് അറിയാൻ കഴിയുന്നതാണ്. അഥവാ സ്കാനിങ്ങിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഇത് ട്രാക്കിങ്ങിൻ്റെ ഏതെങ്കിലും ഡിവൈസസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ്, ഒരു രീതിയിൽ നമ്മുടെ ഫോൺ ട്രാക്കിങ്ങിലല്ല, നമ്മൾ സേഫ് ആണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ബ്ലൂടൂത്ത് നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് ബ്ലൂടൂത്ത് ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അൺനോൺ ലൊക്കേഷനിൽ വൈഫൈസ് കണക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് റിമൂവ് ആയിട്ടുണ്ടോ ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്സിൽ പോവുക. ഈ ആപ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പിന്നീട് വരാം. ഓക്കെ, സി യു, ബൈ ബൈ.